വിജയൻ തലയിലെടുത്തു വെച്ച CPM-ന്റെ തലയ്ക്ക് മുകളിലെ ഡെമോക്രസിന്റെ വാളായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്ന വെറുപ്പിന്റെ വ്യാപാരി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഉച്ചിയിൽ കുത്തി തന്നെ അത് വീണിട്ടും വെള്ളാപ്പള്ളിയെ തള്ളിക്കളയാൻ CPM-ന് കഴിഞ്ഞില്ല. ഇന്നത് വംശവെറിയുടെ പുളിച്ചു കെട്ടിയ വിഭജന രാഷ്ട്രീയം മടിക്കാതെ കേരള സമൂഹത്തിലേക്ക് വഹിപ്പിക്കുമ്പോൾ ഇടതുപക്ഷം ആടിയുലയുന്നത് അർഹിക്കാത്ത സ്ഥാനം ഏതോ ഒരു ഘട്ടത്തിൽ ഉള്ളം കൈയിൽ കൊണ്ടുകൊടുത്തതിന്റെ ബാക്കിപത്രമായാണ്. വെള്ളാപ്പള്ളി നടേശൻ ജാതീയതയുടെ കോമരം തുള്ളി മലയാളികളുടെ മനസ്സിൽ വിഷം നിർത്താതെ ചീറ്റുകയാണ്. പിണറായി സർക്കാരിനെ പുകഴ്ത്തിയും പൊതിഞ്ഞു പിടിച്ചുമെന്ന വ്യാജേന കേരളത്തിൽ വർഗീയത പച്ചയ്ക്ക് പറയുകയാണ്. മുസ്ലിം പേരുള്ളവരെ തീവ്രവാദിയാക്കിയും മലപ്പുറത്തെ താലിബാനാക്കിയും വെള്ളാപ്പള്ളി നടേശൻ കേരള രാഷ്ട്രീയത്തിൽ സംഘപരിവാരത്തിന്റെ ആട്ടമാടുകയാണ്. അത് ഇടതുപക്ഷത്തിന്റെ ചെലവിലെന്ന് തോന്നിപ്പിക്കുന്ന വിധം അയാൾ സംഘരാഷ്ട്രീയത്തിന്റെ വെറുപ്പ് കേരളത്തിൽ നിറയ്ക്കുകയാണ്. തൊട്ടുകൂടായ്മയുടെ വികൃതമുഖം എന്ന പേരിൽ SNDP യോഗത്തിന്റെ മുഖമാസിക യോഗനാഥം വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയ സംഭവത്തിലെ വിവാദങ്ങളെ വിമർശിച്ച് തനിക്ക് അയിത്തം കൽപ്പിക്കുന്നുവെന്ന വാദഗതികൾ ഒരു വശത്ത് നടത്തുമ്പോഴാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെള്ളാപ്പള്ളിയുടെ നിലതെറ്റി മാടമ്പി സ്വഭാവം വീണ്ടും പുറത്തുവരുന്നത്. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകന് നേർക്ക് മാറ്റിപ്പോടാ എന്ന് പറഞ്ഞ് അറപ്പുളവാക്കുന്ന അംഗചലനം നടത്തി പിന്നീട് ആ മാധ്യമപ്രവർത്തകന്റെ പേര് പറഞ്ഞ് അയാളെ തീവ്രവാദിയാക്കി അവതരിപ്പിച്ച് വെള്ളാപ്പള്ളി നടനം തുടരുകയാണ്. എന്നോട് ചോദ്യം ചോദിച്ചയാളെ എനിക്കറിയും, ഈരാറ്റുപേട്ടക്കാരനാണ്, MSF നേതാവാണ്, അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വക്താവാണ്, അയാളെ ആരോ പറഞ്ഞയച്ചതാണ്. റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർ റഹീസ് റഷീദിന് നേർക്കാണ് വെള്ളാപ്പള്ളിയുടെ ഉറഞ്ഞുതുള്ളൽ. കാരണം മലപ്പുറത്ത് കോളേജ് തുടങ്ങാൻ SNDP യോഗത്തിന് കഴിയുന്നില്ലെന്ന വെള്ളാപ്പള്ളിയുടെ സ്ഥിരം മലപ്പുറം വിദ്വേഷത്തിൽ അതെന്താ സ്ഥലം കിട്ടുന്നില്ലേ അവിടെയെന്ന് മറുചോദ്യം ചോദിച്ചു. അപ്പോൾ സ്ഥലമില്ലാത്തതല്ല, സർക്കാർ അനുമതി കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ 10 കൊല്ലമായി പിണറായി സർക്കാരല്ലേ, എന്നിട്ട് അനുമതി കിട്ടിയില്ലേ എന്ന ചോദ്യം വന്നപ്പോൾ ഇനി എന്ത് പറയുമെന്ന പെട്ടുപോകലിലാണ് വെള്ളാപ്പള്ളി നടേശൻ കലിതുള്ളിയത്. വിഷയം വീണ്ടും ചർച്ചയായപ്പോഴാണ് അടുത്ത ദിവസം വന്ന അവൻ തീവ്രവാദി എന്ന് പറഞ്ഞത്. പേര് കണ്ടാണോ തീവ്രവാദി എന്ന് വിളിച്ചതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വെറുതെ കളിക്കാതെ വിരട്ടണ്ട, അയാൾ തീവ്രവാദി എന്ന് വിവരം കിട്ടി, അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, എടോ ഞാനിത് വലിച്ചെറിയണോ ഇല്ലെങ്കിൽ എടുത്തോണ്ട് പോയിക്കോണം, തന്റെ കൊമ്പൊന്നും ഇവിടെ എടുക്കേണ്ട, പറയണത് കേട്ടാൽ മതി, കുറെ നാളായി തുടങ്ങിയിട്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നെല്ലാമാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഷ്യം. ഇതെല്ലാം SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ ഇരുന്നാണെന്നതുകൂടി ഓർക്കണം. ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ ചാലക ശക്തിയാക്കി സ്ഥാപിച്ച ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആപ്തവാക്യത്തിൽ ഉരുവായ സംഘടനയുടെ തലപ്പത്തിരുന്നാണ് അപരവിദ്വേഷവും മതസ്പർദ്ധയും വെള്ളാപ്പള്ളി വളർത്തുന്നത്. മലപ്പുറവും മുസ്ലിങ്ങളും മുസ്ലിം ലീഗുമാണ് വെള്ളാപ്പള്ളിയുടെ നിരന്തര ടാർഗറ്റ്. മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ BDJS NDA ക്യാമ്പിലിരുന്ന പുത്തൻ സാധ്യത തിരിയുമ്പോൾ ഇടതിനൊപ്പമെന്ന് കാട്ടിക്കൂട്ടാൻ പിണറായി സർക്കാർ മൂന്നാമതും വരുമെന്ന് പാടി പറഞ്ഞ് അതിന്റെ ഇടയിലൂടെ വിഷലിപ്ത വാക്കുകൾ കൊണ്ട് കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം മലിനപ്പെടുത്തുകയാണ് വെള്ളാപ്പള്ളി. അടുത്ത ഭരണം കിട്ടിയാൽ ഇനിയൊരു മാറാട് കലാപം നടത്തണമെന്ന് ദുഷ്ടലാക്കാണ് മുസ്ലിം ലീഗിനെന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി വിദ്വേഷത്തിനൊപ്പം ഭയവും വളർത്താൻ ശ്രമിക്കുകയാണ്. മുസ്ലിം സമുദായത്തെ മൊത്തമായി ഈഴവർക്കെതിരെ തിരിച്ചുവിട്ട് മതവിദ്വേഷം സ്ഥാപിച്ച് മതസൗഹാർദ്ദം ഇല്ലാതാക്കി മതകലഹമുണ്ടാക്കാനുള്ള കുൽസിത ശ്രമമാണ് ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഇത് ആരാണ് കഴിഞ്ഞ നാളുകളിൽ ചെയ്യുന്നതെന്ന് വ്യക്തമായി ബോധ്യമുള്ള ഒരു സമൂഹത്തിന് മുന്നിലാണ് ഈ പിപ്പിടി വിധിയെന്ന് വെള്ളാപ്പള്ളി മറന്നുപോകുന്നു. ഉണരൂ ഹിന്ദുക്കളെ ഉണരൂവെന്ന് പറഞ്ഞ് BJP രാഷ്ട്രീയം രാജ്യമൊട്ടാകെ കാണിക്കുന്ന ഭയപ്പെടുത്തലും രക്ഷകൻ ചമഞ്ഞുള്ള സാമുദായിക ധ്രുവീകരണവും ഈഴവ സമൂഹത്തിലും പയറ്റി നോക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. വിഷം കലക്കി മുസ്ലിം വിരോധം വളർത്തി സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള വംശവെറിയുടെ സംഘപരിവാര മുഖമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ നടത്താൻ ശ്രമിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞ് ഈ മാടമ്പി സ്വന്തം പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിട്ട് പാവപ്പെട്ട സമുദായത്തിന്റെ നേതാവാണെന്ന് പറഞ്ഞ് യോഗ മുഖമാസികയിൽ ലേഖനം എഴുതിയാൽ എല്ലാം തന്റെ വരുതിക്ക് നടക്കുമെന്ന അധമമോഹം വെള്ളാപ്പള്ളി വെച്ചു പുലർത്തുകയാണ്. അവിടെയാണ് കേരള സമൂഹം ഈ വംശവെറിയെ തിരിച്ചറിഞ്ഞ് മറുപടി കൊടുക്കേണ്ടത്.